മരുന്നുകൾ പകുതി വിലയിൽ വിശ്വസ്തയോടെ ഇനി മേപ്പാടത്തും. ചേലക്കര മേപ്പാടം സെന്ററിൽ ജനനന്മ മെഡിക്കൽസ് പ്രവർത്തനം തുടരുന്നു. ഉതുവടിക്കും പാഞ്ഞാളിനും പിന്നാലെ നന്മ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഏറ്റവും മികച്ച സേവനങ്ങൾ ഇനി മേപ്പാടത്തുകാർക്കും സ്വന്തം. ബ്രാൻഡഡ് മരുന്നുകൾക്ക് 10% മുതൽ വിലക്കിഴിവും ജനറിക് മരുന്നുകൾക്ക് 50% ലാഭവും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. മരുന്നുകൾ ഓർഡർ ചെയ്യാൻ കുറിപ്പടികൾ വാട്സ്ആപ്പ് ചെയ്താൽ മതി. സൗജന്യ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സാ സഹായം, അതാണ് ജനനന്മ. ജനനന്മ മെഡിക്കൽസ്, മേപ്പാടം സെന്റർ, ചേലക്കര. ചേലക്കരയിൽ പ്രവാസി സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്നും സ്നേഹ സംഗമവും സംഘടിപ്പിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രശാന്തി ഉദ്ഘാടനം നിർവഹിച്ചു. ചേലക്കര പ്രവാസി സംഘം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്നും സ്നേഹ സംഗമവും സംഘടിപ്പിച്ചു. ചേലക്കര ജാനകിറാം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രശാന്തി ഉദ്ഘാടനം ചെയ്തു. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. പ്രവാസി സംഘം അംഗം ഷാനു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രവാസികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും മേഖലയിലെ പ്രമുഖ വ്യക്തികളെ ആദരിക്കുകയും ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു, ചേലക്കര ഏരിയ സെക്രട്ടറി T ഗോകുലൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഹനീഫ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. കേരള പ്രവാസി സംഘം ചേലക്കര മേഖലാ കമ്മിറ്റിയുടെ പേരിൽ ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇഫ്താർ സംഘത്തിന്റെ സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട് തുടങ്ങും. നമ്മളൊരു വൃദ്ധശുദ്ധിയുടെ മാസത്തിലാണ് കടന്നു പോകുന്നത്. നാം ഓരോ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാവരുടെയും വീട്ടുമുറ്റത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കും. പല വാട്സപ്പ് ഗ്രൂപ്പുകളിലായി നമ്മുടെ സംഘടനാ തലത്തിൽ നമുക്ക് വരുന്ന മെസ്സേജ്, ഞങ്ങൾ പലരും ജോലിക്ക് പോകുന്നില്ല, നാട്ടിലേക്ക് വരാൻ പറ്റില്ല, പെരുന്നാളാണ്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, ലോൺ അടക്കണം, വലിയ പ്രയാസത്തിലാണ്, എന്ന് തീരുന്നറിയില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള പരിഭവം പറഞ്ഞ് നമുക്ക് മെസ്സേജ് വരുന്നുണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കാനുള്ളത്. 2019 കോവിഡ് വന്നപ്പോഴും ഇതിനേക്കാൾ വലിയ പ്രതിസന്ധിയിലായപ്പോഴും പ്രവാസികളെ ചേർത്ത് പിടിക്കാൻ ഒരു ഗവൺമെൻറ് നമുക്കുണ്ടായി എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത്. ഞാൻ കഥ പറഞ്ഞു തുടങ്ങാം. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കഥയാണ്. പേർഷ്യൻ ഭരണാധികാരി ഖലീഫ ഉമറിന്റെ കഥയാണ്. വിവിധ ജനപ്രതിനിധികളും മത സാമൂഹിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്ത ചടങ്ങിൽ വിപുലമായ നോമ്പുതുറയും ഒരുക്കിയിരുന്നു. പ്രവാസികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെയും പരസ്പര സൗഹൃദം പുതുക്കുന്നതിന്റെയും ഭാഗമായാണ് ഇത്തരമൊരു സ്നേഹ സംഗമം സംഘടിപ്പിച്ചത്. ഏറ്റവും ആദ്യം നടപ്പിലാക്കിയത് ഈ ചേലക്കര മേഖലാ കമ്മിറ്റിയാണ്. അത് ഞങ്ങൾ ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം ഞങ്ങൾ തിരുവില്ലാമലക്കാരും കൊണ്ടാടിക്കാരൊക്കെ നടത്തുന്നതിന് മുമ്പേ ചേലക്കരക്കാർക്ക് ഇത് നടത്താൻ കഴിഞ്ഞു. അപ്പോൾ എന്താണ് നമ്മുടെ ഷാനവാസും ഷാനൊക്കെ പറയുന്നതെന്ന് അറിയില്ല. അവർ ഇറങ്ങി പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് ഇത്രയും കാലം അവർക്കൊന്നും ചെയ്യാൻ വേണ്ടി കഴിഞ്ഞത്. ഇത്രയും ആളുകളെ ഇവിടെ ഈ ഇഫ്താർ വിരുന്നിന് വേണ്ടി വിളിച്ചു കൂട്ടാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ നന്നാക്കി നടത്താൻ വേണ്ടി കഴിയില്ല? അത് അവർ മാത്രം മുന്നിട്ട് ഇറങ്ങാൻ പറ്റില്ല. എൻ്റെ മുന്നിലിരിക്കുന്ന ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടാകുമെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പ്രവാസി സംഘടനകളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുകയുള്ളൂ. അതിന് നിങ്ങളുടെ എല്ലാവരുള്ള അകമഴിഞ്ഞ സഹായങ്ങളും ഈ മേഖലാ കമ്മിറ്റിക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് നിങ്ങളുടെ വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. CCV ന്യൂസ്, ചേലക്കര.